ഒരു 6 വർഷം മുൻപ് ഞാൻ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ അമ്മ 2 പ്രസവിച്ചു, പക്ഷെ വളകാപ്പ് ഞാൻ ജീവനോട് ചോദിക്കട്ടെ, വാട്ട് ഈസ് വളകാപ്പ് ജീവൻ? ഇങ്ങനെ ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ഔട്ട് ഓഫ് സിലബസ് ആണ്. നമ്മൾ എക്സൈറ്റഡ് അല്ലേ ജീവ? ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നാണ് ഓഗസ്റ്റ് 3-ാം തീയതി രാവിലെ 9 മണി. ഞാനിപ്പോൾ എഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ. ഇന്നത്തെ ദിവസത്തിന് എനിക്കൊരു പ്രത്യേകതയുണ്ട്. ഇന്നാണ് വളകാപ്പ്. ആക്ച്വലി മൈലാഞ്ചി ഇടുന്നതും ഇതിൻ്റെ ഒരുക്കങ്ങളും സാരി എടുക്കലും ബ്ലൗസ് എടുക്കലും ഗോൾഡ് എടുക്കലും അല്ല ഗോൾഡല്ല ഗോൾഡൻ കൈൻഡ് ഓഫ് ജ്വല്ലറി എടുക്കലും എല്ലാം നിങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്താണ് വളകാപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ട് എനിക്കറിയില്ല. ഇതിനൊക്കെ ഓർഗനൈസ് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാവരെയും വിശ്വസിച്ച് ഏൽപ്പിച്ച് നിൽക്കുകയാണ്. ആലുവയിൽ ഒരു പ്രോപ്പർട്ടിയിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബിക്കോസ് ഫ്ലാറ്റിൽ അതിനുള്ള സൗകര്യങ്ങളില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ റിവിയേറ പോർട്ടിക്കോ ബൈ ഓസ്റ്റേസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയിൽ വെച്ചിട്ടാണ് നമ്മൾ വളകാപ്പ് നടത്തുന്നത്. വളരെ അടുത്ത ഒരു 50 പേർ മാത്രം, 50 സുഹൃത്തുക്കൾ മാത്രമുള്ള വളരെ ചെറിയൊരു ഫംഗ്ഷനാണ്. പിന്നെ പേഴ്സണൽ വ്ളോഗ് തുടങ്ങിയതിന് ശേഷം എനിക്കുണ്ടായ ഒരു മാറ്റം സത്യസന്ധമായിട്ട് പറയട്ടെ, ഒരു മേക്കപ്പും ഇല്ലാതെ മറ്റേ ക്യാമറയുടെ മുമ്പിൽ ധൈര്യമായിട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. എന്തോ നമ്മളായിട്ട് തന്നെയാണ് പേഴ്സണൽ വ്ളോഗിൽ ഇരിക്കേണ്ടത്, അതുകൊണ്ട് നമ്മളിങ്ങനെ തന്നെ ഇരുന്നാൽ മതി എന്നുള്ളൊരു ധൈര്യം അവിടെ നിന്ന് കിട്ടിയത് കൊണ്ടാണോ, 5-6 മാസം ഗർഭിണിയായി ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇതിനകത്ത് എന്ത് നോക്കാനെന്നുള്ളത് കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. ഞാൻ പതുക്കെ അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. എല്ലാവരോടും 3:30 ആകുമ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ട്. ടെൻഷൻ ആവുന്നു, എന്നാലും നോക്കാമല്ലേ. ഞാൻ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഇറങ്ങിയേക്കാം, വെറുതെ ഒരു രസത്തിന്. ഞാൻ പറഞ്ഞതിന് വാസ്തവവിരുദ്ധമാണ്, ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഇറങ്ങിയെന്ന് എനിക്കറിയാം. പക്ഷെ എന്താണെന്നറിയില്ല, മൊത്തത്തിലൊരു ആനക്കുട്ടിയെ പോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്നുള്ളത് കൊണ്ട് അതെങ്കിലും ഇരിക്കട്ടെ, എന്നെ കാണുമ്പോൾ കുറച്ച് മെനയുണ്ടെന്ന് തോന്നിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ കമോൺ ഗൈസ്, നമുക്ക് പോവാം. അപ്പം നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഞാൻ റിവേറിയ പോർട്ടിക്കോ ബൈ ഓസ്റ്റേസ് ആലുവയിലാണുള്ളത്. ഇവിടെയാണ് നമ്മുടെ പരിപാടി നടക്കുന്നത്. അവിടെ ഒരു സൈഡിൽ മറ്റേ ഇവൻറ്റുകാർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, മറ്റൊരു സൈഡിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ സൈഡിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ മറ്റേ നിലാവത്തഴിച്ചു വിട്ട കോഴിയെ പോലെ ഞാനും നടക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞില്ല എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ, ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു സമാധാനമായി കേട്ടോ. കാര്യങ്ങളെല്ലാം എല്ലാവരുടെ കൈകളിലും വളരെ ഭദ്രമാണ്, പ്രശ്നമൊന്നുമില്ലാതെ പോകുമെന്ന്. പക്ഷെ വളരെ സത്യസന്ധമായിട്ട് പറയട്ടെ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ സ്വന്തമായിട്ട് ഒരു ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യുന്നത്. അതെങ്ങനെയായിരിക്കും, പക്ഷെ വെരി ഓണസ്റ്റ്ലി എനിക്ക് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഫുൾ ക്രൂ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നിങ്ങളിപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ഈ വീഡിയോയിൽ എന്താ ജീവനെ കൊണ്ടുവരാത്തതെന്ന്. ജീവന് സത്യമായിട്ട് താല്പര്യമില്ല ഗൈസ്. ഇന്നിപ്പോൾ മറ്റേ വളകാപ്പാണ്, വേറെ നിവർത്തിയില്ല. ഗർഭത്തിന് ഉത്തരവാദി ആയതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കണ്ടോ എന്നതുകൊണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നതാണ്. ജീവ, നമ്മൾ എക്സൈറ്റഡ് അല്ലേ ജീവ? അല്ലേ? അതെ അതെ അതെ. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല. അദ്ദേഹം സഹായിച്ച് ചെയ്തു തരാൻ എല്ലാ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും വളരെ ചിൽ മോഡോണാണ്. പിന്നെ എന്റെ സാരിയുടെ കളർ ഏതാണ്, ബ്ലൗസിന്റെ കളർ ഏതാന്നൊക്കെ ഇന്നലെ ജീവൻ തിരിച്ചറിഞ്ഞത്. അതെ അതെ, ഞങ്ങൾ തമ്മില് അതെ ഒരു ഇൻട്രോവേർട്ടും ഒരു എക്സ്ട്രോവേർട്ടും കല്യാണം കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? എക്സ്ട്രോവേർട്ടിന് ഇഷ്ടമുള്ള പോലെ ചെയ്യും, ഇൻട്രോവേർട്ടിന് ഇഷ്ടമുള്ള പോലെ ചെയ്യും. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു മാച്ചും ഇല്ലാത്ത സാരിയും ബ്ലൗസും സാരിയും കോസ്റ്റ്യൂമും ഒക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതെന്താ ഇവർ തമ്മിൽ ഇങ്ങനെയെന്ന്.
പക്ഷെ അങ്ങനെയാണ് ഞങ്ങളുടെ വളരെ സന്തുഷ്ടകരമായ ഫുൾ കുടുംബം എല്ലാ സ്പെക്ട്രം എല്ലാം വരുമല്ലോ. അതെ അതെ അതെ. ഇനിയിപ്പോ ഞങ്ങളുടെ ചാലഞ്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന കുട്ടിയെ എങ്ങനെ വളർത്തണം എന്നുള്ളതാണ്. എന്ത് ജനറ്റിക് കോമ്പിനേഷനിൽ വരുമെന്നാണ് എനിക്ക് അറിയാൻ ഏറ്റവും ആഗ്രഹം. അതെ, എന്താ നിന്റെ ഒരു തോന്നല്? എന്റെ കുറെ നല്ല ക്വാളിറ്റീസ്, എന്റെ കുറെ നല്ല ക്വാളിറ്റീസ് വന്ന ബെസ്റ്റ് കോമ്പിനേഷൻ. അതെ അതെ, വന്നു കഴിഞ്ഞാൽ തീർന്നു. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ജീവനെ കുറിച്ച് എനിക്ക് പരിചയപ്പെടുത്താനുള്ളത്. പിന്നെ ഇന്നലത്തെ ഒരു കമന്റിൽ കണ്ടേ, ഇത്രയും നല്ല ഭർത്താവും ആ ഭർത്താവിന്റെ കുടുംബമൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും അല്ലേ വീണ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. എനിഹാവ് എനിന്തായാലും ഒന്നും എന്താ പറയാ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കാത്തൊരു ഭർത്താവാണ് ഗൈസ്. അതെ അതെ. അപ്പൊ ഞങ്ങള് റെഡി ആവട്ടെ. Looking forward to the awesome event. Carrying you along. Yeah. English family. അപ്പൊ ചെസ് നമ്പർ 1 കണ്ടില്ലേ, ഇതിന്റെ ഉത്തരവാദിയെ കണ്ടില്ലേ. ഇനി ചെസ് നമ്പർ 2 എൻ്റെ അമ്മയാണ്. അമ്മ അകത്ത് റെഡി ആവുന്നുണ്ട്. നമുക്ക് അവിടെ എന്താ റെഡി ആവുന്നത് പരിപാടികളെന്നൊക്കെ ഒന്ന് നോക്കാം. ബാ, കാണിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്, കാണിക്കാം. ബാ ഗൈസ്, ഇതാണ് മമ്മിയുടെ സാരി, ഇതാണ് ഒരുക്കാനുള്ള ആളുകൾ. പക്ഷെ ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയട്ടെ, ഈ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യണമെന്ന് ഞാനിങ്ങനെ ഡബിൾ മൈൻഡിൽ നിന്നപ്പോൾ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത നസീനാണ്. ഇത് സാരി, ബ്ലൗസ്, സ്റ്റിച്ചിങ്, എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് മെഹന്തി. എൻ്റെ പൊന്നെ വളരെ സന്തോഷമുണ്ട് മകളെ, വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച് കേട്ടോ. ഇദ്ദേഹം തന്നെയാണ് തനി മലയാളീനെ ഒരുക്കിയത്, അതുപോലെ നമ്മുടെ അസ്ലാം മെർലിനെ ഒരുക്കിയത് ഒക്കെ ഈ കൈകളിലൂടെ തന്നെയാണ് പോയത്. മൂന്നാമത്തെ ആളും ഞാൻ. എന്തെങ്കിലും പറയാനുണ്ടോടാ? അങ്ങനെ ഇനി എൻ്റെ അമ്മയുടെ ഒരുക്കങ്ങളിലേക്ക് കിടക്കാം. മമ്മി ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫോട്ടോഷൂട്ടുകളുടെ ബഹളമാണ്. ഇതേ കണ്ടില്ലേ, അടുത്ത റൗണ്ട് മേക്കപ്പിനുള്ള ഒരുക്കങ്ങളിലാണ്. ഇവരുടെ പേരെന്താ? സപ്പാന. വളരെ വ്യത്യസ്തമായ പേരുകളാണ് ഗൈസ്. സപ്പാനയുടെ സാരിയ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് അമ്മേ. അതെ അതെ അതെ. അമ്മ എത്ര എക്സൈറ്റഡ് ആണോ അമ്മേ? എക്സൈറ്റഡ് തന്നെ, കാരണം ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം. അമ്മ 2 പ്രസവിച്ചു, പക്ഷെ വളകാപ്പം എന്റെ ഫസ്റ്റ് തന്നെ ഇങ്ങനെയൊക്കെ ആഘോഷ പരിപാടികൾ വേറെ ലെവലാണ്. ഇവിടെ ഞാൻ വളരെ സത്യമായിട്ട് പറയാം, ഞങ്ങൾക്ക് 2 പേർക്കും ഇതിനകത്ത് യാതൊരു റോളും ഇല്ല. കണ്ണട പൊക്കി വയ്ക്കണം. ഓക്കെ അല്ലേ? അല്ല ജീവ? 100%. എല്ലാം യദു എന്ന് പറയുന്ന ലക്സീവ്സിന്റെ ചേട്ടന്റെ ഫുൾ കോർഡിനേഷനും കാര്യങ്ങളുമാണ്. എനിക്ക് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. കാരണം ഞാൻ ഒരു കാര്യവും അറിഞ്ഞിട്ടില്ല. എന്തെങ്കിലും അറിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനുള്ള ആളാണ്. ജീവനാണ് ഒരു ടെൻഷനും ഇല്ലാത്ത ആളാണ്. എല്ലാം അങ്ങ് നടന്നു നോക്കോളൂ എന്ന് പറയുന്നത് എങ്ങനെയാണോ എന്തോ. പക്ഷെ യദുചേട്ടൻ എല്ലാ കാര്യങ്ങളും A to Z ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ ചേട്ടനാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. സോഫാർ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, വളരെ എന്താ പറയാ ഓർഗനൈസ്ഡ് ആണ് അല്ലേ? വളരെ ഭംഗിയായിട്ട് ഈവൻ ചെയേഴ്സ് പോലും ഒരു ടിപ്പിക്കലായിട്ട് നമ്മൾ കാണുന്ന ചെയേഴ്സ് അല്ല. വളരെ വ്യത്യസ്തമായ ചെയേഴ്സ്, വളരെ വ്യത്യസ്തമായിട്ടുള്ള ആംബിയൻസ്, ലൊക്കേഷൻ. അതിൻ്റെ പുറകിലുള്ളത് കാറ്ററിംഗ് ആണ്. നമുക്ക് അങ്ങോട്ടും കൂടെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ് കൗണ്ടർ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇത് വളരെ ചെറിയൊരു ഇവൻ്റ് ആയതുകൊണ്ട് ഇത്രയൊക്കെയുള്ള ഫെസിലിറ്റീസ് മതി എന്നുള്ളത് കൊണ്ട് അതിനോട് വളരെ അടുത്ത് തന്നെയാണ് ഫുഡ് കൗണ്ടർ. കാരണം വളകാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവനോട് ചോദിക്കട്ടെ, വാട്ട് ഈസ് വളകാപ്പ് ജീവൻ? ഇങ്ങനെ ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ഔട്ട് ഓഫ് സിലബസ് ആണ്. അതെ, നമ്മൾ ഇത് കണ്ട് അറിഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യാൻ, ഞങ്ങൾ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ് കേട്ടോ. നിങ്ങൾക്ക് ഇനി നാളെ ഇത് ആർക്കെങ്കിലും ഒക്കെ ഓർഗനൈസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണണം കേട്ടോ. അപ്പോൾ റീജന്റ് എന്ന് പറയുന്ന റീജന്റ് സിഗ്നേച്ചർ എന്ന് പറയുന്ന കാറ്ററിംഗ് സർവീസ് ആണ് നമ്മുടെ ഫുഡെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്. അതും ഈ പറഞ്ഞ പോലെ ഞാൻ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം ഒരു കാര്യവും ഞാൻ അറിഞ്ഞിട്ടില്ല. എല്ലാം വെജ് എത്ര വേണം, നോൺ വെജ് എത്ര വേണം, എത്ര പേരായിരിക്കും വെജ് പ്രിഫർ ചെയ്യുക, ഏത് തരത്തിലുള്ള ഡ്രിങ്ക്സ് വേണം, A to Z എല്ലാ കാര്യങ്ങളും അതിൻ്റെ കൂടെയുള്ള ആൾക്കാർ വന്ന് ഇരുന്ന് ഈ റീജന്റ് സിഗ്നേച്ചറുകാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഫുഡിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് ഫുഡ് കഴിച്ചിട്ട് പറയാം. നടന്ന് ക്ഷീണിച്ചത് കൊണ്ട് അല്പം ഇരുന്ന സംഭാഷണമാകാമെന്ന് വിചാരിച്ചു ഗൈസ്. അതായത് ഇതാണ് ബിനീഷ് ചേട്ടൻ.
വിനീഷ് ചേട്ടന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് സ്മോക്ക് വെഡിങ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലൂടെ ആയിരിക്കും. ഈ ചേട്ടനുമായിട്ട് എനിക്ക് വളരെ പുറകോട്ടൊരു കഥയുണ്ട്. ഒരു 6 വർഷം മുൻപ് ഞാൻ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ 2-3 കാര്യങ്ങൾ എനിക്ക് ആ സമയത്ത് അറിവുള്ളൂ. നല്ല ഫോട്ടോഗ്രാഫർ വേണം, നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് വേണം. അപ്പൊ ഞാനിങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ സമയത്ത് ഏറ്റവും മറ്റേ ഹൈ ലെവലിൽ നിൽക്കുന്ന പേരുകളിലൊന്നാണ് സ്മോക്ക് വെഡിങ്. അങ്ങനെയാണ് ഞാൻ വിനീഷ് ചേട്ടൻ എത്തുന്നത്. വിനീഷ് ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടൻ തന്നെ വന്ന് എനിക്ക് വീഡിയോ എടുത്ത് തരണം. ആ ദിവസങ്ങളൊക്കെ ചേട്ടൻ ഓർക്കുന്നുണ്ടോ? വളരെ ഗ്രേറ്റ്ഫുൾ ആണ് ചേട്ടനോട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇങ്ങനെ ഒരു വളകാപ്പ് എന്ന് പറയുന്ന ഒരു സെറമണി ഒന്നും ആലോചിച്ചിട്ടേ ഇല്ലായിരുന്നു. 2 ആൾക്കാരാണ് എന്നെ അതിനെ ഭയങ്കരമായി പ്രേരിപ്പിച്ചത്. ഒന്ന് വിനീഷ് ചേട്ടൻ. വിനീഷ് ചേട്ടനാണ് എനിക്ക് ഈ കാറ്ററിംഗുകാരെ അതുപോലെ ഇവന്റുകാരെ ഇവരെല്ലാരെയും പരിചയപ്പെടുത്തിയത്. ഒരു ഫംഗ്ഷന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള 2 സാധനങ്ങൾ. പിന്നെ ഫോട്ടോഗ്രാഫി ചേട്ടനൊക്കെ ഭദ്രമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒരു റെഫറൻസ് ഒന്നുമില്ല ചെയ്ത് ഇത്ര ഫ്രീഡം എല്ലാവർക്കും കിട്ടാറില്ല. അതെ അതെ. ചേട്ടന്റെ വീഡിയോ എങ്ങനെയുണ്ട്, ഫോട്ടോസ് എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു സെഗ്മെന്റ് തന്നെ ഉണ്ടാക്കി ഈ ചാനലിൽ ഘോരം വിളമ്പുന്നതായിരിക്കും. നിങ്ങൾ നിർത്തുന്നു പറയണവരെ അതെ, ഞങ്ങൾ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ കാണുക, വിലയിരുത്തുക, കമന്റ് എഴുതുക കേട്ടോ. ഓക്കെ ഏട്ടാ, താങ്ക് യു സോ മച്ച്. Okay.